കാർഗിലിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് കാൽ നൂറ്റാണ്ട്. പ്രധാനമന്ത്രി ദ്രാസിലെത്തി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ. 1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തെ ഓർമ്മപ്പെടുത്തുന്ന കാർഗിൽ വിജയ ദിവസത്തിന് ഇന്ന് 25 വയസ്സാണ്. 25ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലഡാക്കിൽ ഉണ്ട്. അദ്ദേഹം 26 വരെ കശ്മീരിലെ ദ്രാസിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ചുള്ള അതിന്റെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നിരുന്നത്. പ്രധാനമന്ത്രി അതിനുശേഷം ഷഹീദ് മാർഗ് സന്ദർശിക്കും. അദ്ദേഹത്തോടൊപ്പം മേജർ ജനറൽ സച്ചിൻ മാലിക്കും അദ്ദേഹത്തോടൊപ്പം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഭാര്യമാരുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വീർഭൂമി സന്ദർശിക്കും. ഷിംഗുല ടണൽ വിർച്വലായി അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് കശ്മീരിലെ ഏറ്റവും വലിയ ടണൽ പ്രദേശം കൂടിയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നായി മാറേണ്ടതാണത്. അതോടൊപ്പം കമാൻഡർ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആയുധങ്ങളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും പ്രദർശനം, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഇതെല്ലാം ഈ കാർഗിൽ വിജയ് ദിവസിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് സൈന്യം നടത്തുന്നുണ്ട്. കുട്ടികളുടെ കാർഗിൽ ദിവസ് കവിതാലാപനം, അത് ആ കുട്ടികൾ കാർഗിലിൽ മരിച്ച ജവാന്മാരുടെ കുട്ടികൾ കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണത്. അതോടൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ കാർഗിൽ വിജയ് ദിവസ് രജന്ത് ജയന്തി എന്ന പേരിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി, ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം വീരമുക്തി വരിച്ചവരുടെ കുടുംബാംഗങ്ങൾ, വിമുക്ത ഭടന്മാർ എന്നിവരെല്ലാം ഇന്നത്തെ പരിപാടികളിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി മരിച്ച സൈനികരുടെ, വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായി സംവദിക്കുന്ന പരിപാടി ഇന്നുണ്ട്. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെയാണ് ഓപ്പറേഷൻ വിജയ് നടന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്മേൽ ഇന്ത്യ നേടിയ വിജയത്തിന് പുറമെ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 527 രക്തസാക്ഷികളെയും ഈ ദിവസത്തിൽ രാജ്യം അനുസ്മരിക്കുന്നു. ശ്രീജിത്ത്, ഈ പ്രധാനമന്ത്രിയെ കൂടാതെ മറ്റാരൊക്കെയാണെന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുള്ളത്? ഒപ്പം നമുക്കറിയാം, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി അവിടെയുണ്ട്. സൈന്യത്തിന്റെ ആർമിയുടെയും വ്യോമസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായത്, ഈ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കുടുംബാംഗങ്ങളുമായും ഭാര്യമാരുമായും പ്രധാനമന്ത്രി സംവദിക്കുന്നുണ്ട്. കുട്ടികൾ പങ്കെടുക്കുന്ന കവിതാലാപന പരിപാടി ദ്രാസിൽ ഇന്ന് നടത്തുന്നുണ്ട്. അതോടൊപ്പം വിമുക്ത ഭടന്മാർ, നമുക്കറിയാം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത, ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന വിമുക്ത ഭടന്മാർ, അവരെല്ലാവരും ഇന്ന് ആ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ വീരമൃത്യു വരിച്ച ജവാന്മാരെ ആദരിക്കുന്ന ചടങ്ങിനൊപ്പം ആയുധങ്ങളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും പ്രദർശനം കൂടിയുണ്ട്. അതിലും ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, നോ യുവർ ആർമി എക്സിബിഷൻ, അതായത് സൈന്യത്തെ എങ്ങനെയാണ് അറിയുന്നത്, സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ രാജ്യസുരക്ഷയ്ക്കൊപ്പം അവർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി രാജ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന, രാജ്യത്തിന് അറിയാൻ ഉതകുന്ന രീതിയിലുള്ള എക്സിബിഷൻ കൂടി ഇന്ന് നടത്തുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കവിതാലാപനവും അവിടെ കാർഗിൽ ദ്രാസിൽ നടക്കുന്നുണ്ട് ഇന്ന്. ശ്രീജിത്ത്, ഇന്ന് ഈ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുള്ളത്? ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടികളുള്ളത്. പ്രധാനമന്ത്രി 24-ന് കശ്മീരിലെത്തിയതാണ്. കാരണം കശ്മീരിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. കശ്മീരിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ നിരവധി സൈനികർ, ചെറുതും വലുതുമായുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കശ്മീരിലെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒക്കെ പ്രധാനമന്ത്രി നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നമ്മുടെ റോയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ, രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ കശ്മീരിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ പരിപാടികൾക്കൊപ്പം തന്നെ, ഇന്നത്തെ പരിപാടിക്കൊപ്പം തന്നെ കശ്മീരിലെ സുരക്ഷ സംബന്ധിച്ച്, കശ്മീരിലെ ഭീകരാക്രമണങ്ങളെ സംബന്ധിച്ചുള്ള അതിൽ സൈന്യം എടുക്കുന്ന മുൻകരുതലുകളെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ചീഫ് മാർഷൽ, വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, കരസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തോടൊപ്പം എല്ലാ ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷം പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നോ യുവർ ആർമി എക്സിബിഷൻ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ആയുധങ്ങളുടെയും മറ്റ്
ഉപകരണങ്ങൾ, ഇതൊക്കെ സാധാരണഗതിയിലുള്ള സൈന്യത്തിന്റെ നമുക്കറിയാം സൈന്യം ജനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന എക്സിബിഷൻ പ്രദർശനങ്ങളാണ്. അതല്ലാതെ തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട ഈ കാർഗിൽ യുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ഓർമ്മ ദിവസവുമായി ബന്ധപ്പെട്ട കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പ്രദർശനങ്ങളും ഒക്കെ സൈന്യം അവിടെ നടത്തുന്നുണ്ട്. നമുക്ക് അതോടൊപ്പം തന്നെ ഗെയ്റ്റി തിയേറ്ററിലെ മൾട്ടിപ്ലക്സ് ഹാളിൽ സാംസ്കാരിക പരിപാടികൾ അതും സൈന്യം തന്നെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത്. ആ സാംസ്കാരിക കാശ്മീരിന്റെ ഈ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ കാശ്മീരിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സൈന്യം പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സാംസ്കാരിക പരിപാടികൾ, ജനങ്ങളുമായി സൈന്യത്തിന് കൂടുതൽ ബന്ധമുണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ, സൈന്യത്തെക്കുറിച്ചുള്ള ധാരണ ജനങ്ങളിൽ ഒരു നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന ധാരണ കൊടുക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾ, പരിപാടികൾ, സാംസ്കാരിക കലാപരിപാടികൾ ഒക്കെ സൈന്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗെയ്റ്റി തിയേറ്ററിലെ മൾട്ടിപർപ്പസ് ഹാളിൽ വിവിധ സാംസ്കാരിക പരിപാടികളാണ് സൈന്യം അവിടെ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 12 മുതലാണ് വ്യോമസേന ഈ കാർഗിൽ ജൂലൈ 12 ആരംഭിക്കാം. നമുക്കറിയാം വിവിധ പരിപാടികൾ നടന്നിരുന്നു. 24 പ്രധാനമന്ത്രി എത്തിയതെങ്കിൽ കൂടിയും ജൂലൈ 12 മുതൽ ഈ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കാർഗിൽ വിജയ് ദിവസ് രജത് ജയന്തി എന്ന പേരിലാണ് വ്യോമസേന ഈ പരിപാടികൾ നടത്തുന്നത്. ഒപ്പം വ്യോമസേനയ്ക്കൊപ്പം ആർമിയും ഇന്ത്യയുടെ കരസേനയും ഇതിലൊക്കെ പങ്കാളികളാണ്. പ്രധാനമന്ത്രി പ്രധാനമായും പങ്കെടുക്കുന്നത് ഈ കാർഗിൽ അനുസ്മരണ ചടങ്ങുകളിലും അതോടൊപ്പം തന്നെ സൈന്യം, വ്യോമസേനയും കരസേനയും സംയുക്തമായി നടത്തുന്ന ചർച്ചകളിലുമാണ്. ചർച്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കശ്മീരിൽ കഴിഞ്ഞ ഒരു 2 മാസമായി നടന്നു വരുന്ന ഭീകരാക്രമണങ്ങൾ, തുടർന്ന് നമ്മുടെ ജവാന്മാർക്കുണ്ടായ മരണം, സുരക്ഷയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെയാണ്. നമുക്കറിയാം അത് ദ്രാസിലും ലഡാക്കിലും മാത്രമല്ല, കശ്മീരിന്റെ അതിർത്തി പ്രധാന മേഖലകളിലൊക്കെ തുടർച്ചയായ ദിവസങ്ങളിൽ ആക്രമണങ്ങൾ, ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എല്ലാ ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈന്യം ചർച്ച ചെയ്യുന്നത്. ഈ ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ സംഭവിക്കുന്നത്, അതിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, നമുക്കുണ്ടാകുന്ന ജീവനഷ്ടം, ജീവഹാനി, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അതെങ്ങനെ തടയാനുള്ള ചർച്ചകൾ കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൈന്യം അവിടെ നടത്തിയിരുന്നു. ഒപ്പം നമുക്കറിയാം കശ്മീരിൽ, ജമ്മു കാശ്മീർ സംസ്ഥാനത്താകെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കൂടി കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടി ചർച്ചകൾ, അതിന്റെ സാധ്യതകൾ, അത് ഏത് രൂപത്തിൽ നടത്താം എന്നുള്ള ചർച്ചകൾ കൂടി ഇപ്പോൾ കാരണം കശ്മീരിലെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുക, ജനങ്ങൾക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുക, ഇതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലാകെ ഒരു പുതിയ സംസ്ഥാന സർക്കാരിനെ തെരഞ്ഞെടുപ്പ്